ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങളുടെ സ്മോൾ ഗോവ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി യു ഗൈസ് ഓൾസോ ഹാഡ് ഫൺ വാച്ചിങ് ദിസ് വ്ളോഗ് ആസ് മച്ച് ആസ് ഫൺ വി ഹാഡ് എൻജോയിങ് ഹിയർ. ആൻഡ് തിരിച്ചു പോകുന്ന എന്തായാലും അടി ഉണ്ടാവില്ല, കാരണം ആ ഒരു ദുരന്തമായിട്ടുള്ള ട്രെയിൻ ജേണി അല്ല. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ. ഓക്കെ, നമ്മൾ പോകുന്നത് തിരിച്ച് ഫ്ലൈറ്റിലാണ്. പക്ഷേ ഡയറക്റ്റ് ഫ്ലൈറ്റ് നമുക്ക് കിട്ടിയില്ല. ഇവിടെ നിന്ന് ബാംഗ്ലൂർ ടു കൊച്ചി. ബാംഗ്ലൂരിൽ കറക്റ്റ് എനിക്കൊന്ന് ഇവിടുന്ന് 5:05 കണ്ട. ആൻഡ് ബാംഗ്ലൂരിൽ കറക്റ്റ് കോഫി ടൈമിലെത്തും. ഒരു പറ്റുമെങ്കിൽ അവിടുത്തെ ലോഞ്ച് അതൊക്കെ ഒന്ന് വ്ളോഗ് ചെയ്യാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് ബാക്ക് ടു കൊച്ചി. പക്ഷെ പോകുന്ന വഴിക്ക് ചർച്ച് ഓഫ് ബോൺ ജീസസിലൊക്കെ പോകണമെന്നുണ്ട്. ഇവരാരും കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഇവിടെ വന്ന് ഫുഡ് അടി മാത്രമല്ല ഉള്ളായിരുന്നു, ഒരു സൈറ്റ് സീയിങ്ങും ഇല്ലായിരുന്നു. സോ അവിടെയും കൂടെ കയറിയിട്ടായിരിക്കും നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. എയർബിഎൻബിന്ന് നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ ലോകത്ത് എവിടെയാണെങ്കിലും ഇറങ്ങുമ്പോൾ നമ്മൾ വന്നതുപോലെ തന്നെ മാക്സിമം ക്ലീൻ ചെയ്തിടുക. അടിച്ചോരി തുറയ്ക്കുക അതൊന്നും വേണ്ട. പക്ഷേ അറ്റ്ലീസ്റ്റ് ബെഡ്ഷീറ്റ്സ് ഒക്കെ വൃത്തിയാക്കി വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡസ്റ്റ്ബിനിലിട്ട് പോവുക. ദാറ്റ്സ് എ ബേസിക് കേർട്ടസി എയർബിഎൻബിയിൽ ചെയ്യേണ്ടത്. കയറിക്കോ, നമുക്ക് ജെഫ്രിനെ സ്മരിച്ചുകൊണ്ട് തിരിച്ചു പോവാം അല്ലേ? എന്ത് കേറ്. അതെ, അത് ഉറപ്പായിരിക്കും കേട്ടോ. വയറ് കേടായിട്ടുണ്ടെങ്കിൽ ജെഫ്രിൻ തന്നെ ഉത്തരവാദി. അങ്ങനെ ഗോവ ട്രിപ്പ് കഴിഞ്ഞു. പോയി വന്നു കഴിഞ്ഞാൽ മാർട്ടിൻസ് കോൺട്രി കയറാതെ എങ്ങനെ തിരിച്ചു പോകും? നമുക്ക് സമയമുണ്ട്. 2:30-3 മണിയാകുമ്പോൾ എയർപോർട്ടിൽ എത്തിയാൽ മതി. ഇപ്പോൾ 12:30. ഒരു 1.5 മണിക്കൂർ സുഖമായിട്ട് ഇരുന്നടിക്കാം. ജെഫ്രി, ഓർമ്മയുണ്ടോ ഈ സ്ഥലം? നമ്മുടെ ബീഫ് ടങ്ക് കിട്ടിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയ ഡിസേർട്ട് ഞാൻ കണ്ടു. ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ഉണ്ട്, പാനക്കോട്ട ഉണ്ട്, ന്യൂട്ടെല്ല കേക്ക് ഉണ്ട്. ലാസ്റ്റ് കിട്ടും. എന്താ വേണ്ട? ബർഗർ അല്ലേ ഓർഡർ ചെയ്ത്? ഏതോ? ഓ, വെജിറ്റേറിയനാ. കഴിച്ചോളൂ. മാർട്ടിൻസിന് നമ്മുടെ ലാസ്റ്റ് ഈ ട്രിപ്പിലെ ഗോവൻ മീലില് നല്ല സ്ക്വിഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതൊരു പോർക്ക് ആംസോൾ, ഇത് സവാള ഇട്ടിട്ടുള്ള ഒരു പോക്കിൻ്റെ ഒരു റെസിപ്പിയാണ്. അയ്യോ, ജ്യൂസസ് നോക്ക്. ഇവിടെ എല്ലാത്തിനും അത്യാവശ്യം പോർഷനും ഉണ്ട് കേട്ടോ. മാർട്ടിൻസ് കോൺട്രീനെ ശരിക്കും ക്ഷീണിച്ചു പോയി കേട്ടോ, കഴിച്ച് 3 ദിവസം അല്ലേ? നമ്മൾ ഇത്രയും ഭയങ്കര ക്ഷീണം കഴിച്ചിട്ട്. ഇതപ്പോൾ ഒരു ടിക്കയിലും ഒരു തന്തൂരി ചിക്കനിലും ഒരു പ്രോൺസ് ഫിഷ് കറീസിലൊക്കെയാണ് നമ്മൾ മീല് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പാനക്കോട്ട ആൻഡ് ചോക്ലേറ്റ് ഡെക്കഡന്റ് കേക്ക്. ഓ, പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇതില് വിസ്കി ഇൻഫ്യൂസ്ഡാ. അപ്പൊ ഡോളോ വേണ്ട, കഴിച്ചോ കുറച്ച്. ഇത് മതി. സോ ഡിസേർട്ടും കൂടെ കഴിച്ചതേ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. എല്ലാവർക്കും അവരവരുടെ സാധനങ്ങൾ എടുത്തോ. അത് ചോക്ലേറ്റ് ആണോ? ഇതടിച്ചു നോക്ക്. ഒരു സ്പൂൺ ഹെവി അല്ല. കഴിഞ്ഞ് എയർപോർട്ടിൽ പോവാണ്. ഭയങ്കര ക്ഷീണം. ഒന്നും ചെയ്യാത്ത ക്ഷീണിക്കുന്ന ട്രിപ്പ് ഇതാ. ഒന്നും ചെയ്തിട്ടില്ല. എനിക്കൊന്ന് ഓവറായി കഴിക്കുന്നോണ്ടാ. ഒരാള് നാട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു കേട്ടാ. അതാ, ലിമിറ്റ് വെച്ച് കഴിക്കണം. ഓർഡർ ചെയ്യാൻ എന്താ തന്നെ ഏറ്റവും കൂടുതൽ വെട്ടിയടിച്ച പേര് ഞാനാ. അതൊന്നുമില്ല, പാവോ. പോവാ. ഇനി അടുത്തത് ലോഞ്ച്, ഫ്ലൈറ്റ്, അത് കഴിഞ്ഞിട്ടുള്ള ലോഞ്ച്. ഗോവയില് നിങ്ങൾ ശരിക്കും വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഫസ്റ്റ് ടൈം ആണെങ്കിൽ ശരിക്കും ഒരു അണ്ടർ ഡെവലപ്ഡ് ഗ്രാമം പോലെയായിരിക്കും തോന്നുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ കഫേസും റെസ്റ്റോറൻറ്റ്സും ബീച്ചസും ബീച്ച് ക്ലബ്സും ആ ഒരു ഏരിയ എത്തുമ്പോൾ ഭയങ്കര ഒരു ഇന്റർനാഷണൽ ലെവലാണ്. ബാക്കിയുള്ള സ്ഥലത്താണെങ്കിലോ ശരിക്കും ഒരു ഗ്രാമം. ഭയങ്കര ഒരു യുണീക്ക് സ്റ്റേറ്റ് തന്നെയാണ് ശരിക്കും ഗോവ. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ശരിക്കും ഒരു വില്ലേജ് സെറ്റിങ്ങിൽ കുറേ ലക്ഷറീസ്. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഗോവയുടെ ഒരു ആംബിയൻസ് തോന്നുന്നത്. എനിക്കൊന്നും ഒരു പ്രോപ്പർ വലിയ മോൾ പോലും ഗോവയിലില്ല നമ്മുടെ എറണാകുളമൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഗായ്സ്, അങ്ങനെ എയർപോർട്ട് എത്തി. അന്തും ലിബിനും റെന്റക്കാർ കൊണ്ടുപോയി കൊടുക്കാൻ പോയിട്ടുണ്ട്. എക്സിറ്റിൽ തന്നെ വരും. സോ ഗോവ എയർപോർട്ട് ഇവിടെ ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് ഒക്കെ ഒന്നാണ്. ഫ്ലൈറ്റ് ഡിലേ ഒന്നുമില്ല. കണ്ടത് ശരിക്കും ഒരു ഡൊമസ്റ്റിക് എയർപോർട്ട് പോലെയാണ് തോന്നുന്നത് ഗോവ എയർപോർട്ട്. എന്തായാലും അകത്ത് നമുക്ക് ലൗഞ്ച് ഉണ്ടോ, എന്തൊക്കെയാണ് സെറ്റപ്പ് എന്നൊക്കെ ഒന്ന് കയറി നോക്കാം. ആയിരുന്നല്ലോ. എന്താ എന്തെങ്കിലും പറ്റിയാ? എന്തൊരു ഒരു മുഖത്തൊരു ആ ഒരു പരിങ്ങലുണ്ടല്ലോ. അതായിരിക്കും ചിലപ്പോ. ബാ
ഇത്രയും കണ്ടിട്ട് പോലീസുകാരന് മനസ്സിലാവുന്നില്ല ആധാർ ഫോട്ടോ. അതെ, ആരും കണ്ടിട്ട് മനസ്സിലാവില്ല. പേര് വെച്ച് മാത്രം നിങ്ങളെ വിടുവാന്ന് പറഞ്ഞു. എന്നിട്ട് ആധാർ ഫോട്ടോയിലെ കണ്ട ആർക്കെങ്കിലും മനസ്സിലാവും അല്ലെങ്കിലും. അതെ, ആർക്കെങ്കിലും നല്ല ആധാർ ഫോട്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. നമ്മളിരിക്കുന്നത് അതിൽ ഏറ്റവും വേസ്റ്റ് ഫോട്ടോ ആധാർ ഫോട്ടോയിലെ. സത്യം. ഇത് എനിക്കൊന്ന് ഡൊമസ്റ്റിക് ടെർമിനലാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കൂടുതൽ ഇൻഡിഗോ ഒക്കെയാണ് കാണിക്കുന്നത്. അല്ല, എല്ലാം ഉണ്ട്. ഇൻഡിഗോ കാണിക്കുന്നത്. ആദ്യമായിട്ടാണ് പ്രിയെ കൈവീശി നടക്കുന്നതാണ് എയർപോർട്ടിൽ. അല്ലെങ്കിൽ പ്രാർത്ഥനയാണ് എപ്പോഴും. വെയിറ്റ്. അതെ, ഇതാണ് സുഖം. ട്രെയിൻ വേണ്ട. ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയൊന്നായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. വൃത്തിയാണെങ്കിലും ഒരു സൈസ് ആണെങ്കിലും ഒന്നും വളരെ ഒരു ബേസിക് എയർപോർട്ടേ ഉള്ളൂ. അത്യാവശ്യം തിരക്കും കാണും. അപ്പോൾ കുറച്ച് നേരത്തെ വരുമോ നിങ്ങൾ ഗോവ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യാനായിട്ട്? വരേൻ്റെ അടുത്ത് സീറ്റ് കിട്ടിയില്ല കേട്ടാ. എല്ലാ ഭാര്യയും ഭർത്താക്കളും വേറെ വേറെയാ. ഒരുമിച്ചായി. വലിയ ആഗ്രഹം തന്നിട്ട് തകർത്ത്. തളർച്ച. കാര്യം പറ്റില്ല. പിന്നെ എന്താ ഇത്ര സ്നേഹം എന്നറിയോ? നമുക്കത് നമ്മുടെ ഇടയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 2 വർഷം ഭാര്യ ഇല്ലാതെ പാരീസിൽ പോയി നിന്നില്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ഇത്രയും സ്നേഹം. ഞാൻ ഒരു 2 വർഷം വേൾഡ് ടൂർ കഴിഞ്ഞ് വന്നിട്ട് നോക്കാം എന്റെ സ്നേഹം. അത്ര നാള് പിരിഞ്ഞിരുമ്പോ വന്നപ്പോ ഭയങ്കര സ്നേഹമായിരിക്കും. അതുകൊണ്ടാണ് ലൈഫിൽ ഇപ്പൊ നാട്ടിൽ വന്നപ്പോ ഇത്ര സ്നേഹം. നല്ല ഐഡിയ അല്ലേ? ഇവിടെയാണ് ലൗഞ്ച്. പക്ഷെ ഇനി ലൗഞ്ചിൽ കയറാൻ സമയമില്ല. മീറ്റയുടെ കൊട കാരണം നമ്മൾ ഡിലേ ആയി. സെക്യൂരിറ്റിയിൽ പിടിച്ചു വെച്ചു. കണ്ടോ? ഇനി നേരെ ലിബിൻ 2 ഫെനി അടിച്ച് നേരെ ഫ്ലൈറ്റിൽ കയറി കിടന്നുറങ്ങുക. ബാർ വരെ ഉണ്ട്. എനിക്ക് വേണ്ട. ഇതാണ് അപ്പോൾ മെയിൻ നമ്മുടെ ബോർഡിങ് ഏരിയ കേട്ടോ. ലോഞ്ചൊക്കെ വളരെ ചെറുതാണ്. പിന്നെ ഡൊമസ്റ്റിക് അല്ല, ഇൻ്റർനാഷണൽ എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. സോ എല്ലാ ഗേറ്റ്സും ഒരുമിച്ചാണ്. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീരും. ബട്ട് ഇറ്റ് കുറേ മോഡേൺ അല്ല, ഒരു പഴയ എയർപോർട്ടിൻ്റെ ലുക്കാണ്. പക്ഷേ ഇവിടെ ഒരു ബ്രൂ ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടെ വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ച് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. ബട്ട് കൂടെ ആൽക്കഹോൾ വന്നു തോന്നുന്നു. പിന്നെ നമുക്ക് സമയമില്ല. 5:20 ഫ്ലൈറ്റ്. ഇപ്പോൾ തന്നെ 4:40 10-15 മിനിറ്റ് കയറണമല്ലോ. ബാംഗ്ലൂർ എത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള ലോഞ്ചൊക്കെ നോക്കാം. കഴിഞ്ഞാൽ ഗോവ എന്ന് പറഞ്ഞാൽ വൈബല്ല. പക്ഷേ ഈ എയർപോർട്ടിന് ഒരു വൈബും ഇല്ല കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ കൊച്ചി എയർപോർട്ടൊക്കെ ഭയങ്കര വൈബാണ്. ബാംഗ്ലൂർ, ബോംബെ ഒക്കെ. പക്ഷേ ഗോവ ഏറ്റവും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടും പോകുമ്പോൾ എന്താ പറയുന്ന ഇതൊരു ഉൾഗ്രാമത്തിലുള്ള ആരും വരാത്തൊരു എയർപോർട്ടും അല്ല. പക്ഷെ നല്ല പാസഞ്ചേഴ്സ് ഉണ്ട്. എപ്പോഴും കുറേ കൂടെ ബ്രൈറ്റ്, കളർഫുൾ, ഹെറിറ്റേജ് ഒക്കെ ആക്കായിരുന്നു. പിന്നെ മോഡേൺ ആക്കാനുള്ള ടൈമും ആയിട്ടുണ്ട്. ഭയങ്കര ഡേർട്ടിയാണ്. ലിബിനെ മീറ്റനെ ഞങ്ങൾ മാറ്റിയിരുത്തി. അങ്ങനെ കണ്ടാ പിടിക്കുന്നില്ല. അതെ, ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. ലിബിനെ ഇവിടെ ആക്കി, മീറ്റനെ ഇവിടെ ആക്കി. ആ വിഷമം നോക്ക്. നിങ്ങളാ? വെൽക്കം ടു കൊച്ചി. ഗ്ലാഡ് ടു മീറ്റ് യു. ബാംഗ്ലൂർ. ഇത് കൊച്ചിയാ? ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. എന്ത്? അത് മാറ്റി. കൊച്ചിയാണ് പ്രിയ. ഇറങ്ങ കൊച്ചിയില്. അതൊന്നും വേണ്ട, ചാടി ഇറങ്ങിക്കോ അങ്ങോട്ട്. അല്ലെങ്കിൽ എല്ലാത്തിലും പെപ്പറാണോ? എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ ഇത് മറ്റേ ഭയങ്കര അഡ്വാൻസ്ഡ് എയർപോർട്ട് പോലെ അല്ലേ? ക്ലീന്, ലൈറ്റ്സ്, ഇതൊക്കെ ഞാൻ പറഞ്ഞൊരു വൈബ്. കുറച്ച് TV സ്ക്രീൻസ്, അതുപോലെ ബ്രൈറ്റ് ലൈറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഓടിപ്പോയാൽ ചിലപ്പോൾ ലോഞ്ചിൽ കയറാൻ സമയം കിട്ടും കോഫി കുടിക്കാൻ. ട്രാൻസ്ഫേഴ്സ് ഇങ്ങോട്ടാ. ഇവിടെ ചിലപ്പോൾ ഒരു സാധനം ഒരാൾ വാങ്ങാൻ സാധ്യതയുണ്ട്. ഇത് മേരിയാൻ ഡോണറ്റിന്റെ ആളാണ്. അത് കണ്ടാ അത് വാങ്ങും. നോക്കിക്കോ, ക്രിസ്പി ക്രീം ഡോണറ്റ് ഉണ്ട് ഇവിടെ. കിടിലൻ എയർപോർട്ട് അല്ലേ? KFC, ബാസ്, ക്രിസ്പി ക്രീം, ഷോപ്പിംഗ്. ഡോണറ്റാ ഞാൻ പറഞ്ഞില്ലേ വാങ്ങും. കണ്ടു അത്. ഷോപ്പ്, സ്റ്റോപ്പ്, അടിപൊളി. ടൈം സ്പെൻഡ് ചെയ്യാനേ ശരിക്കും അടിപൊളിയാ. ആൻഡ് ദെൻ നമ്മൾ ലോഞ്ച് ഒന്നും തപ്പട്ടെ. ശരിക്കും ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെ ഇത് ഡൊമസ്റ്റിക് തന്നെയാണെന്ന് തോന്നുന്നു. എന്നിട്ട് വരെ ആ ക്വാളിറ്റി ഉണ്ടാവും. ഭയങ്കര അടിപൊളി എയർപോർട്ട്. മൾട്ടീസേഴ്സിന് എത്ര റേറ്റ് എന്നറിയോ? 3000. എത്ര ബക്കറ്റിനാ? ആ കൂട്ടല്ലേ?
ബാംഗ്ലൂർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ട്രാൻസിറ്റ് നമുക്ക് ബാംഗ്ലൂർ വഴിയെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ നമുക്ക് കിട്ടാറില്ല, കുറവാണ്. ആക്ച്വലി നമ്മൾ ജപ്പാനിൽ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിലേ ഇവിടെ നിന്ന് നേരിട്ട് ജപ്പാനിലേക്ക് ജപ്പാൻ എയർലൈൻസ് ഉണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. കിട്ടിലും ഫ്ലൈറ്റാ. ജൽന്നാ വിളിക്കുന്നത് എല്ലാവരും. JAL ജപ്പാൻ എയർലൈൻസ്. ഭയങ്കര നല്ല ഫ്ലൈറ്റ്. ഇവിടെ നിന്നും ഡൽഹിയിൽ നിന്നും ബോംബെ നിന്നുണ്ടോന്ന് അറിയില്ല. ഇല്ല ഡയറക്റ്റ് കൊച്ചി ടു ടോക്കിയോ ഡയറക്റ്റ്. അല്ല സോറി, ബാംഗ്ലൂർ ടു ടോക്കിയോ. അടിപൊളി. അന്ന് പോറാകുമ്പോഴേക്കും ബിസിനസ് ക്ലാസ് അങ്ങോട്ട് ആണെങ്കിലോ. അയ്യോ നടന്നത് ഹായ് പറയും. വേറൊരു കാര്യം അറിയോ, ഇന്നലെ കണ്ട് പേപ്പറിൽ എന്തിലോ വന്ന ഒരു കമ്പനിയുടെ CEO ഭയങ്കര റിച്ച് ആളാണ്. പക്ഷെ ആൾ ഇക്കോണമിയിലാണ് ആൾക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ അയാളോട് ഒരു ലേഡി ഒന്ന് ചോദിച്ചു സീറ്റ് മാറാമെന്ന്. അയാൾ പറഞ്ഞു എവിടെയാണെങ്കിലും കുഴപ്പമില്ല, ഒറ്റയ്ക്ക് ഞാൻ മാറിക്കോളാമെന്ന്. മാറിയപ്പോൾ എവിടെയാ അയാൾക്ക് ബിസിനസ് ക്ലാസ്സിലേക്ക് സീറ്റ്. ആ ലേഡിയുടെ ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടു ഇക്കോണമിയിൽ. അതിന്റെ സൈഡിൽ വന്നിരിക്കാനാ. അത് ഇയാളുടെ സൈഡിൽ ആ കുട്ടി ഇരുന്നത്. അപ്പോൾ ആ ബിസിനസ് ക്ലാസ് സീറ്റിന്റെ ടിക്കറ്റ് അത് കൊടുത്തിട്ട് അത് US-ലേക്കും കണ്ട്. അതൊക്കെയാണ് ഭാഗ്യം. ആ വേദുവിന് മറ്റേ ബ്ലാക്ക് സ്പൈഡർമാൻ ഉണ്ടോന്ന് നോക്ക്. മൈൽസ് മൊറാലിസ്. മാക്ക് വരെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. മാക്കിന്റെ മാത്രമായിട്ട്, ഫോസിലിന്റെ മാത്രമായിട്ട് കുറേ ഫോസിലിന്റെ വാച്ചൊക്കെ ഇടയ്ക്ക് എനിക്ക് അയച്ചു തരാറുണ്ട്. അങ്ങനത്തെ കുറേ നല്ല ഷോപ്സ് ഉണ്ട് കേട്ടോ ടൈമിംഗ് ആയിട്ട്. കഴിക്കാനും കുറേ സ്ഥലങ്ങൾ, ഇരിക്കാനും കുറേ സ്ഥലങ്ങൾ. ഫുൾ സെറ്റാണ് ഇവിടെ. ലോഞ്ച് വേറെ ലെവലാട്ടോ. ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള ഒരു ഏരിയ, അതിന് TV കാണാനായിട്ട് വേറൊരു ഏരിയ. ഭയങ്കര സെറ്റപ്പാണ്. ഞാൻ കണ്ടിരിക്കുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ലോഞ്ചസ് ഇൻ ദ വേൾഡ് ആണ് ഇങ്ങനത്തെ ഒരു ഏരിയ. പിന്നെ ഒരു ബാർ ആൻഡ് ഒരു വേറെ സീറ്റിംഗ് ഏരിയ. അവിടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു മീറ്റിംഗ് ഏരിയ. ഇതെല്ലാം കണക്റ്റഡാണ്. ഇതിൻ്റെ അകത്ത് ബാത്റൂം ഉണ്ട്. വാട്ടറൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും നമുക്ക്. തിരിച്ചു പോകുമ്പോഴാണെങ്കിൽ വാട്ടർ ഫില്ല് ചെയ്യാം. ആൻഡ് ഇതൊക്കെ ഇത് സീറ്റിംഗ്. എന്താ അല്ലേ, എന്തൊരുലൊക്കെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ലോബി വല്ല ഉണ്ട്. ഇരിക്കാൻ സ്ഥലം കിട്ടുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇത് കണ്ട, ഇതുപോലെ വർക്കിംഗ് ബൂത്തൊക്കെ ഉണ്ട് അകത്ത്. ഇതുപോലെ ഇരുന്ന് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള വർക്കിംഗ് ബൂത്ത്. എന്ത് രസമോ, അടിപൊളി. ഇതിനിടെ എനിക്ക് ഫുഡിൻ്റെ സ്പ്രെഡ് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു അറ്റം തൊട്ട് ഇങ്ങനെ ഇതൊക്കെ ലൈവ് ചാട്ട് സ്റ്റേഷൻസ്, ദോശ സ്റ്റേഷൻസ്, അതൊക്കെ പോയി ഡിസേർട്ട്സ്, ജ്യൂസസ്, കൊക്കക്കോള എല്ലാം. കൊക്കക്കോളയൊക്കെ നമ്മളാണ് എടുക്കുന്നത് അവിടെ പോയിട്ട്. സോ അത്രയും ഫുഡിൻ്റെ ഒരു ഓപ്ഷൻസും ഉണ്ട്. ഇവിടെ ഒട്ടും ടൈം കിട്ടിയില്ല കേട്ടോ. ഒരു ദോശ കഴിച്ചു, പിന്നെന്താ വെള്ളവും കുടിച്ചു. അപ്പോഴേക്കും കോൾ വന്ന് ബോർഡിംഗ് ഗേറ്റ് ക്ലോസ് ചെയ്യാറായിരുന്നു. ഓടുക കിട്ടില്ല കേട്ടോ. അതേ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വിചാരിച്ചു നിങ്ങൾ ഇല്ലാതെ പോകേണ്ടി വരുന്നു. വേഗം പോ, 1 മിനിറ്റാ. ഇപ്പുറത്ത് എന്ത് പോയതും ഒന്നും അറിഞ്ഞില്ല അല്ലേ. പോയതല്ല, തിരിച്ച് വന്ന സ്പീഡ് അറിഞ്ഞില്ല. പെട്ടെന്ന് ഒരു ടയർഡ്നെസ്സും ഇല്ല, ഒന്നുമില്ല. ഏതാ നല്ല ഫ്ലൈറ്റ് ആയിരുന്നു. ഡിലേ ഇല്ല. 1 മണിക്കൂർ പെട്ടെന്ന് എത്തി. ഏറ്റവും വലിയ സന്തോഷം എല്ലാവരും വേറെ സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് സമാധാനത്തോടെ വരുന്ന ഒരു സിനിമയും കണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോഴേക്ക് സ്ഥലത്തെത്തി. ഇനി ലഗേജ് കളക്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ 3 days ഓഫ് ഗോവ. പോയത് മാത്രം അറിഞ്ഞ ആക്ച്വലി ട്രെയിനിൽ. അത് കഴിഞ്ഞിട്ടുള്ള അവിടുത്തെ 3 ദിവസവും എനിക്ക് ഒരിക്കലും മറക്കാത്തൊരു ട്രിപ്പായിരിക്കും കേട്ടോ ഇത്. വിത്ത് ഫ്രണ്ട്സ് ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കി ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. ഇനി എല്ലാവരും പല വഴിക്ക് കുറച്ച് നാളത്തേക്ക്. അത് ഇനി ഞാനും എന്തൊക്കെ പോകുന്നുണ്ട്. അതെ, അത് നടന്നു തന്നെ. ഞങ്ങളൊരു ബോയ്സ് ട്രിപ്പ് ഉണ്ട് കേട്ടോ അവിടെ. കാണാം. എപ്പോ കാണും? നാളെയോ? എല്ലാരും കിടപ്പല്ലേ? അതാ പോയി കിടത്താം. ഞാൻ മാത്രമുണ്ട് പയറ് പോലെ നിൽക്കുന്നത്. അപ്പൊ ഓക്കെ, കാണാം. ബൈ. ഞാൻ മാത്രമല്ല പയറ് പോലെ നിൽക്കുന്നത്. എല്ലാവർക്കും ക്ഷീണം. 2 ദിവസം ഉറക്കണം എന്ന് ഇല്ല. നമ്മൾ 2 മാത്രമേ ഉള്ളൂ. അതെ. വണ്ടി നല്ലൊരു ഇടി ഇടിച്ചു. ചെറിയ ഷോക്കിലാണ്. അതങ്ങനെ എന്ത് ഇടിയായിരുന്നു. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. ഗൈസ്, അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ സിഗ്നലിൽ നിർത്തിയിട്ടിരിക്കുമായിരുന്നു. ബാക്കിൽ ഒരു പയ്യനാണ് നല്ല സ്പീഡിൽ വന്ന് ഇടിയായിരുന്നു. പക്ഷേ നമ്മുടെ ഡ്രൈവർ ബ്രേക്കിൽ തന്നെ കാല് വെച്ചുകൊണ്ട് നമ്മുടെ വണ്ടി ഫ്രണ്ടിലത്തെ വണ്ടി പോയി ഇടിച്ചില്ല. നല്ല സ്പീഡിൽ ഇടിയായിരുന്നു. കാരണം ബമ്പറിൽ ആണെങ്കിൽ പെട്ടി എടുക്കാൻ പറ്റിയില്ല. അറിയോ,
പെട്ടി എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഇടിച്ചിടിച്ചാണ് ഡിക്കി തുറന്നത്. അതിൻ്റെ ലൈറ്റ് പോയി. ജസ്റ്റ് അത് ശരിക്കും ഇപ്പോൾ ഒരു ഓട്ടത്തിലായിരുന്നെങ്കിൽ ആ ഭയങ്കര ഇടിയായിരുന്നു. കഴിഞ്ഞാൽ ഇടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇപ്പം തലയൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു മരവിപ്പ് പോലെ. എൻ്റെ ബ്രേക്ക് തലയ്ക്ക് കുഴപ്പമില്ല, പക്ഷേ ബാക്ക് വേന തുടങ്ങി അല്ലേ. ഒരു ചെറിയ ഇടിയല്ല, ഒരു ഇടിയിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ്. എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടോണേ. കുറച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വരുമ്പോൾ കൺക്ലൂഷൻ എടുക്കാം. കാറ് ഫുൾ ബാക്ക് പോയി, ലൈറ്റ് പോയി, ബോഡി നല്ല അകത്തേക്ക് പോയിട്ടുണ്ട്. അത് നല്ലൊരു എക്സ്പെൻസ് വരും. അപ്പോൾ ഗോവൻ ട്രിപ്പ് അവസാനിച്ചത് ഇങ്ങനെ. ബട്ട് ദെൻ സ്റ്റിൽ ഓൾ ഗുഡ്. അതിലും പോസിറ്റീവ്. കാരണം നമ്മൾ സേഫാണ്, വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട്. സോ അതിന് അവർക്ക് കിട്ടുമായിരിക്കും, അത് പ്രോബ്ലം കാണില്ല. പക്ഷേ എന്തിനെ ഓൾ ഇസ് വെൽ വെൻ എവറിത്തിങ് എൻഡ്സ് വെൽ. സോ ആ ഒരു നോട്ടിലാണ് അഭിനയിക്കുന്നത്. എന്തായാലും ഒരു സ്കെയറി. എനിക്ക് ആക്ച്വലി ഒരു ട്രോമയാണ്. ഞാൻ ഒരു കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. അതിൽ പിന്നെ എനിക്ക് ആക്സിഡൻറ്റ് ഭയങ്കര ട്രോമയാണ്. പിന്നെ ഉണ്ടായിരുന്നില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഓട്ടത്തിലായിരുന്നെങ്കിൽ ഇതൊരു നല്ല ഇടിയായനെ കേട്ടോ. സോ അങ്ങനെ നമ്മുടെ ഗോവ ട്രിപ്പ് അവസാനിച്ചു. ഇല്ല, അതാ മനസ്സിലായി ഇപ്പോൾ ബാക്കിൽ സീറ്റ് ബെൽറ്റ് ഇമ്പോർട്ടൻസ്. നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി കൊണ്ട് ഇടിച്ചാണ്ട. എല്ലാവരും ബാക്കിലിരിക്കുന്നവരാണെങ്കിലും സീറ്റ് ബെൽറ്റ് ഇടുക. സീറ്റ് ബെൽറ്റ് ഇട്ടാലേ ഇതുപോലെ ഇപ്പോൾ ഇതിനും അങ്ങനെ ഒരു ബസ് പോലെ ആയിരുന്നെങ്കിലോ നമ്മൾ വണ്ടി ഇതാവില്ലായിരുന്നോ? അതാ പറഞ്ഞത്, ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ മിസ്റ്റേക്ക് ആയിരിക്കില്ല. സോ ബാക്കിലിരിക്കുന്നവരും നമ്മുടെ മോഡേൺ കാർസ് ഒക്കെ ബാക്കിലും സൈഡിലൊക്കെ സീറ്റ് ഇതുണ്ട്, മറ്റേ എയർ ബാഗ് ഉണ്ട്. സോ അതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടണം. സോ സീറ്റ് ബെൽറ്റ് ഇട്ട് ബാക്കിൽ സിറ്റിയിലാണെങ്കിലും ഇടുക. കാരണം നമ്മൾ പാർക്ക് ചെയ്ത് സിഗ്നലിൽ നിൽക്കുവാണെങ്കിലും സംഭവിക്കേണ്ടത് ചിലപ്പോൾ സംഭവിക്കും. ആക്സിഡന്റ് ആരും വിചാരിക്കുന്നില്ലല്ലോ. അതാണ്, ഇടണം. ശരിക്കും അങ്ങനെയാണ്. പക്ഷെ അത് കളിയല്ല. എന്തെങ്കിലും ഒരു തവണ പറ്റിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, ചിലപ്പം ഇപ്പൊ നമ്മള് 20 വർഷമായിട്ട് ഇൻഷുറൻസ് എടുക്കുന്നു, ഒരു തവണ പോലും ക്ലെയിം ചെയ്തിട്ടില്ല ഹെൽത്ത്. പക്ഷെ ആവശ്യം വരുന്ന ഒരു വർഷമായിരിക്കും വേണ്ടത്. അപ്പൊ അങ്ങനെയാണ് നമ്മളിത് നടക്കും എന്ന് വിചാരിച്ചു, എന്താണെങ്കിലും നടക്കാമെന്ന് വിചാരിച്ചാണ് എല്ലാത്തിലും പുറപ്പെടേണ്ടത്. ഇതിപ്പോ ഒരു ലെസൺ ആയില്ലേ. എന്തായാലും ബാക്ക് ഹോം ഇടുന്നുണ്ട് ഇപ്പൊ. അത് തന്നെ അങ്ങനെ ഇട്ടോ. അപ്പോൾ എന്തായാലും ബാക്ക് ടു ഹോം, ബാക്ക് വിത്ത് വേദു. ആൻഡ് നാളെ വേറൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, വെയർ യുവർ സീറ്റ് ബെൽറ്റ്സ്. ബൈ. ഇട്. ഓക്കെ.